ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവിൽ അങ്ങനെ സീസൺ 3യെ പോലെ തന്നെ അലക്ക് കമ്പനി ടാസ്ക് വന്നിരിക്കുകയാണ്. ടാസ്ക് ഇങ്ങനെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീരേഖയ്ക്ക് ഇതിൻ്റെ ഇടയിൽ പരിക്കുകൾ പറ്റി. അതുപോലെ തന്നെ നല്ല അടിയും ബഹളവും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു തുണികൾ ശേഖരിക്കാനും അത് അലക്കാനും തേക്കാനും നമ്മുടെ ജിൻഡോ ഒക്കെ ടാസ്കിലിരുന്ന് പട്ടിപ്പണിയാണെന്ന് പറയാൻ വേണമെങ്കിൽ എടുക്കുന്നത്. അത്രയും നല്ലോണം ഇരുന്ന് പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ അലക്ക് കമ്പനി ടാസ്കിന് മുന്നായിട്ട് ലൈവിൽ നടന്ന ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ജിൻഡോനെ പറ്റിയാണ്. വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ ജിൻഡോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഗെയിം പ്ലാൻ ഇത് കാണുന്ന വ്യൂവേഴ്സിന്റെ മനസ്സിനനുസരിച്ച് കളിക്കാനായിട്ടുള്ള പ്രത്യേക ടാലന്റും പുള്ളിക്കാരനുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായ അടിയുടെ ഇടയിൽ ജിൻഡോ റസ്മിനോട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റസ്മിനെതിരായിട്ട് സംസാരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടുപേരും പവർ ടീം ആണെന്നുള്ളതാണ് ഒരു സങ്കടം. ദെൻ നമ്മുടെ റസ്മിൻ ലാലേട്ടനെ അപമാനിച്ചു എന്നുള്ള രീതിയിലാണ് ജിൻഡോ സംസാരിക്കുന്നത്. കൃത്യമായിട്ടും നടന്നൊരു കാര്യം തന്നെയാണ്. നമുക്ക് വ്യൂവേഴ്സിന് എല്ലാവർക്കും ഒരുപോലെ തോന്നിയ ഒരു കാര്യം തന്നെയാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് ലാലേട്ടനോട് ഒട്ടും യോജിക്കാതെ ലാലേട്ടൻ ബിഗ് ബോസ് 24/7 കാണുന്നുണ്ടോ, ഷോ കാണാറുണ്ടോ, ഇവിടെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ലാലേട്ടൻ അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് റസ്മിൻ ലാലേട്ടനെ ചോദ്യം ചെയ്ത കാര്യങ്ങളൊക്കെ ജിൻഡോ ഇന്ന് എടുത്തിടുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ജിൻഡോ അത് പറഞ്ഞ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗബ്രി ആയിട്ടുള്ള ഇഷ്യൂവിനെ തുടർന്ന് ബിഗ് ബോസ് ജിൻഡോനെ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വിളിക്കുന്ന സമയത്ത് ഉള്ളി പോയിട്ടും ജിൻഡോ ഇതേ കാര്യമാണ് പറയുന്നത്. ലാലേട്ടൻ അപമാനിച്ച കാര്യം, ലാലേട്ടനെതിരായി സംസാരിച്ച കാര്യം, അത്തരത്തിൽ വ്യൂവേഴ്സിന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് ഗെയിമായി കളിക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ജിൻഡോന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നീട് ഒരു പ്രശ്നം, ഒരു കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ടുള്ള ടോക്കിംഗ് സ്കിൽ ഇല്ലാതെ പോയി. അത് മാത്രമാണ് ജിൻഡോന് നമുക്കൊരു ഡിഫക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അതുകൂടി ഒന്ന് ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി ഗെയിമർ ആയിരിക്കും ജിൻഡോ ബിഗ് ബോസിൽ. ദെൻ അതുപോലെ തന്നെ ഇന്ന് ലൈവിൽ നടന്ന മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യമാണ്. ഇപ്പോൾ ഇന്നത്തെ മോർണിംഗ് ടാസ്കിലായിരുന്നു നമ്മുടെ ലാലേട്ടൻ ഇട്ടിട്ട് പോയ ഒരു തീപ്പൊരി ശരിക്കും കത്തിയത്. എന്ന് വെച്ചാൽ നമ്മുടെ ജാസ്മിൻ തുമ്മിയിട്ട് ഉള്ള ചായ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തതും അതിനുശേഷം അവിടെ അതൊരു വലിയൊരു പ്രശ്നമായി മാറുമെന്ന് വിചാരിച്ചിട്ട് ജാസ്മിനോട് ആരും അതിനെപ്പറ്റി ചോദിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷെ ഇന്നത്തെ മോർണിംഗ് ടാസ്കിനിടയിൽ ഹൈജീൻ ഒരു ഭാഗമായി വന്നപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അതിനെപ്പറ്റി സംസാരിച്ചു. പിന്നെ ജാസ്മിൻ അറിയാതെ ഒരു കാര്യം കൂടി പറഞ്ഞു പോയി. ഞാൻ ഒരു നേരമേ കുളിക്കുള്ളൂ എന്നുള്ള കാര്യം, ഒന്നരാടമേ കുളിക്കുള്ളൂ എന്നുള്ള കാര്യം, അതായത് ഇന്ന് കുളിച്ചാൽ നാളെ കുളിക്കില്ല, മറ്റൊന്ന് കുളിക്കും എന്നുള്ള രീതിയിൽ ജാസ്മിൻ അങ്ങനെയും പറഞ്ഞു പോയി. ഇതൊക്കെ പറഞ്ഞ് ഗബ്രി ജാസ്മിനെ കളിയാക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. നീ ഒരു നേരമല്ലേ കുളിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഗബ്രി എന്നെ ജാസ്മിൻ ചെന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. നീ എന്നെ സ്മെല്ല് ചെയ്ത് നോക്ക്, എനിക്ക് മണമുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, നല്ല സ്പ്രേയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്, എന്നാലും ഹൈജീൻ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഗബ്രി. അപ്പോൾ ജാസ്മിൻ പല സ്ഥലത്തും ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് നീ എന്നെ സ്മെല്ല് ചെയ്ത് നോക്കടാ, എനിക്ക് ഹൈജീൻ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് അതുപോലുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ജാസ്മിൻ്റെ ഹൈജീനെ പറ്റി തീർച്ചയായിട്ടും ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരും സംസാരിച്ചു. പ്രത്യേകിച്ച് ചായയിൽ ആ ഒരു തുമ്മിയിട്ടിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടാണ് എല്ലാവർക്കും ആ ഒരു പ്രശ്നം വന്നത്. അറിയാതെ ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഒന്നും പറയാനില്ല. അതിൻ്റെ ഇടയിൽ അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയി, വേണമെങ്കിൽ ആ ഒരു ചായ ഒഴുക്കി കളഞ്ഞാലും അവർക്ക് ആ ഒരു പ്രശ്നം വരാനായിട്ട് ചാൻസ് ഇല്ല. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി ചെയ്തിട്ടാണ് ആ ഒരു കണ്ടസ്റ്റൻസ് എല്ലാവരും ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അതൊരു ഇഷ്യൂ ആയി കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ലൈവിന് മുന്നായിട്ട് നമുക്ക് പറയാം ഉള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. ലൈവിൽ ഇപ്പോൾ അലക്ക് കമ്പനി ടാസ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീരേഖക്ക് പരിക്ക് പറ്റിയതായിട്ട് അറിയുന്നു. മെഡിക്കൽ റൂമിലേക്ക് എല്ലാവരും കൂടി ശ്രീരേഖയെ എടുത്തിട്ട് പോയി. ഒരു ബക്കറ്റ് തട്ടിയിട്ട് കാല് സ്ലിപ്പായ രീതിയിൽ ഒരു പ്രൊമോയും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാൻ ശ്രമിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്